Hi all, welcome back to our geography class for 7th standard students. Okay, in the last class we have completed our 5th lesson, 5th chapter, that is water. Okay, then let us start our next chapter, chapter 6, natural vegetation and wildlife. Natural vegetation and wildlife. Okay, what is meant by vegetation? ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്, അതായത് വൈൽഡ് ലൈഫ് അല്ലേ, പല വൈൽഡ് ആനിമൽസിനെ കാണാം. പിന്നെ ഈ പാട്ട് നിങ്ങൾക്ക് അറിയാം, മീനിങ് എന്താണെന്ന് അറിയാം. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആനിമൽസ്, ബേർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നതുകൊണ്ട്. നാച്ചുറൽ വെജിറ്റേഷൻ, വെജിറ്റേഷൻ മീൻസ് പച്ചപ്പ് അല്ലേ. അപ്പം natural vegetation, what is meant by natural vegetation? What's the definition? What is the definition of natural vegetation? അപ്പം അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ചില സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ഇവിടെ അല്ലാതെ മറ്റ് ചിലർ ഒരുപാട് ദൂരെ പോയിട്ടുണ്ടായിരിക്കാം, ചിലർ നമ്മുടെ അടുത്തിടെ തന്നെ മറ്റ് പല സ്ഥലങ്ങൾ, അവിടെ ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങൾ, മൂന്നാർ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവിടെയൊക്കെ കാണുന്ന പ്രത്യേകത എന്താണ്? നമ്മുടെ ഇവിടുത്തെക്കാട്ടിൽ എന്തുണ്ട്, ചില പ്ലാന്റ്സ് അവിടെ കൂടുതലായിട്ട് വളരുകയും ചിലയിടത്ത് നമുക്കറിയാലോ വളരെ തിങ്ങി നിറഞ്ഞാണ് പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത് അല്ലെ. പ്ലാന്റ്സ് ട്രീസും ഒക്കെ വളരെ തിങ്ങി നല്ല ഇടകൂർന്ന് നിൽക്കുന്ന അതായത് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഉള്ളത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ്, വളരെ താഴ്ന്ന ചെടികളായിരിക്കും അല്ലെ. ചിലയിടത്ത് ഇങ്ങനെ കോൺസ്, അതായത് നല്ല ഹൈറ്റ് ഉള്ള ട്രീസ് തന്നെ കാണും. അപ്പൊ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും, അതായത് ഓരോ പ്ലേസിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ക്ലൈമറ്റ് എപ്പോഴും അവിടുത്തെ വെജിറ്റേഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതോർക്കുക. അപ്പം വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ദ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ. ടെമ്പറേച്ചർ, ചില പ്ലാന്റ്സ് നമുക്കറിയാമല്ലോ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് വളരുന്നത്. ചില പ്ലാന്റ്സിന് എന്ത് വേണം, കുറച്ച് ചൂട് വേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആപ്പിൾ ഇവിടെ നമുക്ക് ശരിക്കും വളർത്താനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റും ആപ്പിൾ വളരാനായിട്ടുള്ള, അതായത് ആ പ്ലാന്റ് വളരാനായിട്ടുള്ള രണ്ട് ക്ലൈമറ്റ് ആണ്. ഓക്കെ, എപ്പോഴും ദി ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ. ടെമ്പറേച്ചറിനെയും മോയ്സ്ചറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഒരു പ്ലേസിലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ വെജിറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് സ്ലോപ്പ്. പിന്നെ സ്ലോപ്പ് റീജിയൻസ് നമുക്കറിയാം, തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതെന്താ, ഹൈറ്റിലാണ് അല്ലേ, കുന്ന് പോലെയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അത് സ്ലോപ്പ്, അതുപോലെ തന്നെ തിക്നെസ് ഓഫ് സോയിലിന്റെ തിക്നെസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്തെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? യെസ്, എന്തൊക്കെയാണ്? മോയ്സ്ചർ, then temperature, moisture, temperature, പിന്നെ ഞാനിപ്പോ പറഞ്ഞത് എന്തൊക്കെയാണ്? സ്ലോപ്പ്, പിന്നെ അടുത്തൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ്? thickness of soil. ഈ 4 കാര്യങ്ങളെയാണ് എപ്പോഴും ഒരു പ്രദേശത്തെ വെജിറ്റേഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദ ടൈപ്പ് ആൻഡ് തിക്നെസ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു സ്ഥലത്തെ ആയിരിക്കത്തില്ല മറ്റൊരു സ്ഥലം. അപ്പം പ്ലേസ് ടു പ്ലേസ് ഡിഫറെന്റ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദ വേരിയേഷൻ ഇൻ ദീസ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സിൽ വരുന്ന വേരിയേഷൻ കൊണ്ടാണ് വെജിറ്റേഷൻ ഒരു പ്ലേസിലെ അല്ല വേറൊരു പ്ലേസിൽ. അപ്പൊ ഇത് എപ്പോഴും വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ വെജിറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ് മോയ്സ്ചർ, ടെമ്പറേച്ചർ, സ്ലോപ്പ് ആൻഡ് തിക്നെസ് ഓഫ് സോയിൽ. ക്ലിയർ ആണ്? നമുക്ക് നാച്ചുറൽ വെജിറ്റേഷൻ ആയിട്ടാണ് നാച്ചുറൽ വെജിറ്റേഷൻ. വാട്ട് ഈസ് മീൻ ബൈ നാച്ചുറൽ വെജിറ്റേഷൻ? നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വെജിറ്റേഷൻ മീൻസ് the plants that grow naturally പ്ലാന്റ്സ് വളരുക. അതായത് നമ്മൾ കുഴിച്ചു വെക്കുന്നതോ
ഉണ്ടാകുന്നവയാണ്. അപ്പം എന്താണ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നാച്ചുറൽ വെജിറ്റേഷൻ മീൻസ് ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ naturally without human interference. അതായത് മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന പ്ലാന്റ്സ്, ദാറ്റ് ഈസ് എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ. സോ ഒന്നുകൂടെ ഡെഫിനിഷൻ പറയുന്നു. നാച്ചുറൽ വെജിറ്റേഷൻ ഈസ് ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ naturally without human interference. That is natural vegetation. Okay. Natural vegetation can be categorized into 3. Natural vegetation എന്ന് പറയുന്നതിനെ മൂന്നായിട്ട് തിരിക്കാം. First one forest, then second one grassland, third one shrub. Forest, grassland and shrub. Then the change in the type of natural vegetation occurs mainly because of the change of climatic conditions. ഞാൻ പറഞ്ഞ climatic conditions അനുസരിച്ചായിരിക്കും ഇതിന്റെ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് പഠിക്കാൻ തുടങ്ങുന്നത് നാച്ചുറൽ വെജിറ്റേഷന്റെ ഡെഫിനിഷൻ പഠിക്കുക, ദെൻ നാച്ചുറൽ വെജിറ്റേഷന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, ഷ്രബ്. ഇനി ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്താണെന്ന് ചെറുതായിട്ട് പറയുന്നത് ഫോറസ്റ്റ് വിച്ച് ഗ്രോ where temperature and rainfall are plentiful. അതായത് ഇഷ്ടംപോലെ മഴയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ചൂടുമാണ്. ടെമ്പറേച്ചറും റെയിൻഫോളും വളരെ പ്ലെന്റിഫുൾ ആണ് ടു സപ്പോർട്ട് എ ട്രീ കവർ. അപ്പം ഒരുപാട് അതായത് ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കും എപ്പോഴും ഫോറസ്റ്റ് അല്ലേ. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. അപ്പൊ അവിടെ എന്താണ്? ഒരുപാട് പ്ലെന്റിഫുൾ ആയിട്ട് റെയിൻഫോളും വേണം, അതുപോലെ തന്നെ ടെമ്പറേച്ചറും വേണം. Then depending upon these factors dense and open forests are grown. ഇങ്ങനെ നോക്കിയാണ് അതായത് ഫോറസ്റ്റ് തന്നെ പലതരത്തിലുണ്ട്, അത് പറയാം. അപ്പം ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ, ഒരുപാട് പ്ലാന്റ്സ്. അപ്പൊ അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്, അപ്പൊ അത് പറയാം. അപ്പൊ ഇതാണ് rainfall and temperature are plentiful in forest. Then grassland എന്ന് പറയുമ്പോൾ which grow in the region of moderate rain. അതായത് ഒരുപാട് മഴ ലഭിക്കുന്നില്ല, പക്ഷെ മോഡറേറ്റ് എന്നാൽ തീർത്തും മഴ ലഭിക്കാതില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഗ്രാസ്ലാൻഡ് കാണപ്പെടുന്നത്. ഓക്കെ. Then shrubs means grow in dry region. അതായത് മഴ ഒട്ടും ലഭിക്കത്തില്ലാത്ത സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതാണ് shrubs എന്ന് പറയുന്നത്. shrubs തോണി, അതായത് തോണി പ്ലാന്റ്സ്, അതായത് മുൾച്ചെടികളും ഒക്കെ ഉണ്ടാകുന്നത് ഏതിനാണ് വരുന്നത്? ഷ്രബ്സിനാണ് വരുന്നത്. അപ്പൊ ഇതിനാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇതിന്റെ ക്ലാസിഫിക്കേഷനോട് പറയുന്നു. ഫോറസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, there are 6 types of forest. 6 types of forest ഉണ്ട്. Tropical evergreen forest, tropical deciduous forest, temperate evergreen forest, temperate deciduous forest, Mediterranean vegetation, coniferous forest. ഒന്നുകൂടെ പറയാം. What are the 6 category or 6 classification of forest? Tropical evergreen. ആ പേരിനകത്തും തന്നെയുണ്ട് evergreen, എന്നും പച്ചപ്പ് അല്ലേ. അപ്പം ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലാണ് പറയുന്നത്. Tropical evergreen forest, tropical deciduous forest, deciduous forest, temperate evergreen forest, temperate deciduous forest, Mediterranean vegetation, coniferous vegetation. So that's all. ഇതിനെ കുറിച്ച് ഇതിന്റെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ what is natural vegetation? What is the definition of natural vegetation? Yes, the plants that grow naturally without human interference. That is known as natural vegetation. What are the factors that affect the vegetation of a particular place? Moisture, temperature, slope, and thickness of soil. Then, what are the 3 classifications of natural
ആണ് കാണുന്നത്. Then what are the 6 classification of forest? Tropical, evergreen forest, tropical deciduous forest, temperate evergreen forest, temperate deciduous forest, Mediterranean vegetation, then last one coniferous forest. Okay, then ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. സോ സ്റ്റഡി ബൈ. താങ്ക് യു.